ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജോസേട്ടൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്ന് ജെറീക്കോയിലൂടെ ഒരു യാത്ര പോകാം. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു കുക്ക് ആൻഡ് ട്രാവൽ വിത്ത് ജോസേട്ടൻ. ഇപ്പോൾ നമ്മൾ കാണുന്നത് ജെറീക്കോയിലെ സിക്കമൂർ മരമാണ്. വിശുദ്ധ ബൈബിളിൽ പുതിയ നിയമത്തിൽ ഈശോ ജെറീക്കോയിലൂടെ കടന്നു പോകുമ്പോൾ ഈശോയെ ഒരു നോക്ക് കാണാൻ ആഗ്രഹിച്ച് ആൾക്കൂട്ടത്തിനിടയിലേക്ക് ഓടി വന്ന സക്കേബൂസ് എന്ന പൊക്കമില്ലാത്ത മനുഷ്യനെ നമ്മൾ കാണുന്നുണ്ട്. ആളുകളിൽ നിന്ന് അന്യായമായി ചുങ്കം പിരിച്ചിരുന്ന സക്കേബൂസിനെ ഒറ്റ ദിവസം കൊണ്ട് മാനസാന്തരപ്പെടുത്തി മറ്റുള്ളവരുടെ മുമ്പിൽ ഏറ്റവും ഉയരമുള്ളവനായി മാറ്റിയ ആ ദിവസം സക്കേബൂസ് കയറിയിരുന്നത് ഇതുപോലൊരു സിക്കമൂർ മരത്തിലായിരുന്നു. ഇതിൻ്റെ ഓർമ്മയ്ക്കായി ജെറീക്കോ നഗരത്തിൻ്റെ മധ്യത്തിൽ ഒരു സിക്കമൂർ മരം പവിത്രമായി സൂക്ഷിച്ചിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ സിക്കമൂർ മരത്തിന് 500 വർഷം പഴക്കമുണ്ട് എന്നാണ് ഇവിടെ നിന്നും അറിയുവാൻ കഴിഞ്ഞത്. ഈ മരം കാണുവാനായിട്ട് ധാരാളം തീർത്ഥാടകരും വിശ്വാസികളും സ്ഥിരമായി ഇവിടെ വരാറുണ്ട്. സിക്കമോർ മരത്തിൻ്റെ കാഴ്ചകൾ കണ്ടതിന് ശേഷം ജെറീക്കോയിൽ അടുത്തതായി നമ്മൾ കാണുന്നത് പരീക്ഷണ മലയുടെ കാഴ്ചകളാണ്. ഈശോയുടെ ജെറുസലേം പ്രവേശനത്തിന് മുമ്പ് 40 രാവും 40 പകലും മരുഭൂമിയിൽ ഉപവസിച്ചതിനെക്കുറിച്ചും അവിടെയുള്ള ഒരു വലിയ മലയുടെ മുകളിൽ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടതിനെയും കുറിച്ച് നമ്മൾ പുതിയ നിയമത്തിൽ വായിക്കുന്നുണ്ട്. ആ പരീക്ഷണ മല അല്ലെങ്കിൽ മൗണ്ട് ഓഫ് ടെംപ്റ്റേഷനാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ജെറീക്കോ എന്ന സ്ഥലം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ബിബ്ലിക്കലായും ജിയോഗ്രഫിക്കലായും ഒരുപാട് പ്രാധാന്യമുള്ളതാണ്. ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്നും മോശ ഇസ്രായേൽക്കാരെ മോചിപ്പിച്ച് കൊണ്ടുവന്നുവെങ്കിലും തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്ത് പ്രവേശിക്കാൻ മോശയെ ദൈവം അനുവദിച്ചില്ല. മോശയുടെ മരണത്തിന് ശേഷം ജോഷുവയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനം ജോർദാൻ നദി കടന്ന് ഇസ്രായേലിലേക്ക് പ്രവേശിച്ച സ്ഥലമാണ് ജെറീക്കോ. മോശയോടും ജോഷുവയോടുമൊപ്പം ഇസ്രായേൽ മക്കൾ വർഷങ്ങളോളം മരുഭൂമിയിലൂടെയാണ് കടന്നു വന്നതും ജീവിച്ചതും. അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാതെ അവർ കടന്നുപോയ ആ മരുഭൂമി ജീവിതം ഒന്ന് ഓർമ്മിക്കാനും അനുഭവിക്കാനുമായി ഞങ്ങളും ഈ വിനോദയാത്രയിൽ ഒരു രാത്രി ഈ ജെറീക്കോയിലെ മരുഭൂമിയിൽ ചിലവഴിക്കാൻ തീരുമാനിച്ചു. ഞങ്ങൾ പക്ഷേ ഡാൻസും പാട്ടും ഇറച്ചിപ്പൊരിക്കലും ഒക്കെയായി അടിച്ചു പൊളിച്ചാണ് ആ ഒരു രാത്രി അവിടെ ആഘോഷിച്ചത്. അതിൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്.
ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്.